ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ അടുത്ത വീഡിയോ തുടങ്ങാൻ പോവാണ്. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ദോശ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? എന്നെപ്പോലെ കുറച്ച് പേരുണ്ടാവും. പക്ഷേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്റ്റിൽ ദോശയുള്ളത് കൊണ്ട് ഇപ്പം എനിക്കിതും ഇഷ്ടമാണ്. എന്നും ഒരേ രീതിയിലുള്ള ദോശ കൂട്ടിയാൽ ആർക്കാ മടുക്കാത്തത്? എന്നാൽ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. വളരെ ഈസി ആയിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് അതിലും കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി റാഗി എടുത്തു, അതേ സെയിം അളവിൽ തന്നെ നട്ട്സ് എടുത്തു. ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്നട്ട്, വാൾനട്ട്, കറുത്ത മുന്തിരി, പിസ്ത, സൺഫ്ലവർ സീഡ്, പിന്നെ കുറച്ച് ചെറുപയറും. എല്ലാം കൂടെ നമ്മൾ എത്ര അളവിലാണോ റാഗി എടുത്തത് ആ അളവിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ നേർ പകുതി ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചു. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവിൽ കുതിർത്തതും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. സാധാരണ ദോശയ്ക്ക് എങ്ങനെയാണോ അരയ്ക്കുന്നത് അതേപോലെ തന്നെ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഒഴിച്ചു വെച്ച് മൂടി വെച്ചു. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം പൊന്തി വരും. രാവിലെ ആയി തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇളക്കുന്ന സമയത്ത് പൊന്തി വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പാനിൽ ചൂടാക്കി ഈ ദോശമാവ് ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്നൊരു കോരിക അങ്ങോട്ട് എടുത്ത് ദോശ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പം കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, അതിനൊരു പ്രത്യേക രസം. അങ്ങനെ ചുറ്റിച്ച് ദോശേൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുത്തു. കാണാനും നല്ല മുഞ്ചുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു മുഞ്ചും ടേസ്റ്റും കൂട്ടാൻ വേണ്ടി ഒരു സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തു. സാധാരണ ഞാൻ ദോശ മൂടി വെച്ച് വേവിക്കാറുണ്ട്. ഇന്ന് കഷ്ടകാലത്തിന് ആ മൂടിയുടെ കൈ പിടിക്കുന്ന ഒരു സാധനമില്ലേ, അതങ്ങ് പൊട്ടിപ്പോയി. ഇനി ഒന്ന് ദോശ മറച്ചിട്ട് വേവിക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നേരെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അടുത്ത ദോശ നമ്മൾ എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നൈസ് ദോശയാണല്ലോ നേരത്തെ ചുട്ടത്. ഇപ്പം ഈ തട്ടുകെട്ട് സ്റ്റൈലുള്ള ആ ഒരു സ്റ്റൈൽ ദോശയാണ് നോക്കാൻ പോണത്. 2 സ്റ്റൈലും അടിപൊളിയായിട്ട് സക്സസ് ആയി. നിജി 7:15 ആകുമ്പോഴത്തേക്ക് പോവും. ആ ഒരു തിരക്കിൽ വീഡിയോ എടുക്കാൻ മിസ്സായി. പക്ഷേ നിജിയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് അടിപൊളിയായിരുന്നു എന്നാണ്. എനിക്ക് കഴിക്കാനുള്ള സമയമാണ്. ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടി 2 തരം ചട്നി തന്നെ ഞാൻ ഉണ്ടാക്കി. ഒന്ന് തേങ്ങാ ചട്നിയും ഒന്ന് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇതെന്താ പറയുക, ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ ഒരു കപ്പ് ചായയും. അങ്ങനെ ചായയൊക്കെ തന്നെ ആദ്യം കുടിച്ചു. ദോശേൻ്റെ റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ വളരെ ഹെൽത്തി ഫുഡാണ്. നട്ട്സും ചെറുപയറും എല്ലാം ശരീരത്തിന് നല്ലതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദോശ. അപ്പം എന്നാൽ വേഗം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതൊന്ന് ഞാൻ നല്ല ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ. എന്നാൽ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.